ആ ശവപ്പെട്ടിയുടെ കൂട്ടത്തിൽ ഒരൊറ്റ ശവപ്പെട്ടി മാത്രമല്ല ഉള്ളത്. 3-ൽ പരം ശവപ്പെട്ടികളുണ്ട്. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ നൊമ്പരപ്പെടുത്തുന്നത് കൊച്ചുമകളുടെ ശവപേടകമാണ്. അമേരിക്ക ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന് 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകൾ സഹറ മുഹമ്മദി ഖൊൽപായഗിനിയുടെ ശവപേടകമാണ് പ്രദർശനത്തിന് കൊണ്ടുവന്നത്. ഇറാന്റെ ദേശീയ പതാകയിൽ പൊതിഞ്ഞ ശവപ്പെട്ടി വെള്ളിയാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശവപ്പെട്ടിക്കരികിൽ സഹറയുടെ ചിത്രവും വെച്ചിട്ടുണ്ട്. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റ് ശവപ്പെട്ടികൾക്കൊപ്പമാണ് ഇത് പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങിൽ മുതിർന്ന രാഷ്ട്രീയ, സൈനിക, മത നേതാക്കളും ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ പ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ടെഹ്റാനിൽ നിന്ന് ആരംഭിച്ച ഖമനേയുടെ സ്വന്തം നഗരമായ മഷ്ഹദയിൽ വെച്ച് വ്യാഴാഴ്ച സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കും. ഇറാനിലെ നഗരങ്ങളിലെങ്ങും ബാനറുകളും പതാകകളും വഹിച്ചുള്ള ദുഃഖാചരണമാണ് നടക്കുന്നത്. നഗരത്തിലെ ബോർഡുകളിൽ ഖമേനിയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഷിയ സംസ്കാര ചടങ്ങുകളിൽ സാധാരണയായി കാണാറുള്ള ഒരു ആചാരമനുസരിച്ച് പുരുഷന്മാർ കൂട്ടമായി നെഞ്ചിൽ തട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. 1989 അന്തരിച്ച സുപ്രീം നേതാവ് അയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തലസ്ഥാനത്തെ തെരുവുകളിൽ പ്രവഹിക്കുന്നുവെന്ന് ഇറാൻ സർക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് ശേഷം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്ന്റെ മുതിർന്ന കമാൻഡ് ജനറൽ അഹമ്മദ് ഫഹിദി അതും വാർത്തയായിരുന്നു. ടെഹ്റാനിലെ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളുടെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനറൽ അഹമ്മദ് ഫഹിദി പങ്കെടുത്തത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ തന്നെ ഇറാനു നേരെ അമേരിക്കയും ഇസ്രയേലും യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് IRGCയുടെ മുതിർന്ന കമാൻഡറായ മുഹമ്മദ് ഫാഹിദി പൊതുവേദിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഫെബ്രുവരി 8 ശേഷം അദ്ദേഹം ഒരിടത്തും വന്നിരുന്നില്ല. യുദ്ധം രൂക്ഷമായതിന് പിന്നാലെ അഹമ്മദ് വാഹിദിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാന്റെ ശക്തമായ നിലപാടുകൾ ആസൂത്രണം ചെയ്യുന്നതിന് പിന്നിൽ വാഹിദിക്ക് സുപ്രധാന പങ്കുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് വാഹിദി എന്നും പറയപ്പെടുന്നുണ്ട്. മാസങ്ങളോളം പൊതുവേദികളിലൊന്നും വാഹിദിയെ കാണാതിരുന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിച്ചത്. എന്നാൽ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാനിൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയായിരുന്നു. അലി ഖമനേയുടെ ഭൗതിക ശരീരത്തിന് അരികിൽ വാഹിദി ഏറെ ദുഃഖത്തോടുകൂടി ഇരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ശനിയാഴ്ച മുതലാണ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ, അതായത് ഇന്ന് അല്പസമയം മുൻപാണ് ആരംഭിച്ചു തുടങ്ങിയത്. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിലെ പൊതുദർശനത്തിന് ശേഷം ഇറാനിലെയും ഇറാഖിലെയും പുണ്യ നഗരങ്ങളിലൂടെ വിലാപയാത്ര കടന്നുപോകും. ജൂലൈ 9 മഷാദിലാണ് ഖബറടക്കം.